ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ഫിലോഡെൻഡ്രൻ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. വീടിൻ്റെ പുറകുവശത്ത് ചെറിയൊരു ചട്ടിയിൽ 1-2 പീസുകൾ ഞാൻ കുറേ നാൾ മുന്നേ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മുറ്റത്താകെ പടർന്നു പിടിച്ച് ഇത്രയും വലിയ വള്ളിയായത് ഞാൻ ഇന്നാട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഇങ്ങോട്ട് വലിച്ചു പറിച്ചെടുത്തു. എന്തിനാന്നല്ലേ, ഇനി നമുക്ക് ഇവനെ ഇൻഡോർ കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. പക്ഷേ ഇവനെ അകത്ത് കയറ്റി താമസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നന്നായിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കണം. കാരണം മേല് മൊത്തം മണ്ണും ചെളിയുമാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ് ഗൈസ്. ആദ്യം ലൈറ്റ് ഇടുന്നു, എന്നിട്ട് കണ്ണാടിയിൽ കുറച്ച് നേരം ഷോ കാണിക്കുന്നു. നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കണ കാണാൻ. അപ്പം ഇനി നമുക്ക് കുളിപ്പിക്കാം. ബാത്റൂം തുറക്കുന്നു, ബാത്റൂമിലേക്ക് കയറുന്നു, ഷവർ ഓൺ ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഉഷാറായിട്ട് കുളിപ്പിച്ചെടുക്കണം. ഇപ്പം ഏകദേശമൊക്കെ ഒന്ന് ഉഷാറായി. ഇനി നമുക്ക് ബക്കറ്റിലുള്ള ഈ നല്ല വെള്ളത്തിലും കൂടെ ഒന്ന് മുക്കിയെടുക്കാം. അടിപൊളി, ഇപ്പം നല്ല പരിഷ്കാരിയായില്ലേ? അതാണ് ഇവനകത്ത് കയറ്റാനുള്ള തീരുമാനം എടുത്തത് പെട്ടെന്നായതുകൊണ്ട് സത്യത്തിൽ ഇവനെ സെറ്റ് ചെയ്യാനുള്ള ഒരു കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്ന് എനിക്കിതുവരെ ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവനെ നമ്മൾ മുകളിൽ നിന്ന് ഹാങ് ചെയ്തിട്ടുള്ള മണി പ്ലാന്റിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. മണി പ്ലാന്റിൻ്റെ കൂടെ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇപ്പോൾ ആളുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തൽക്കാലം ഇവനിവിടെ ഇങ്ങനെ നിൽക്കട്ടെ. കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു കറക്റ്റ് സ്പോട്ടൊക്കെ തീരുമാനിച്ചിട്ട് അങ്ങോട്ട് മാറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ മണി പ്ലാന്റ്സ് ഞാൻ മുറ്റത്തിന് ഇതുപോലെ പറിച്ചു കൊണ്ടുവന്നിട്ട് അകത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. വെള്ളത്തിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ പ്രത്യേകിച്ച് കെയർ ഒന്നും വേണ്ട. പിന്നെ നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഇവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇവിടെ ഇരിക്കും. ഇടയ്ക്ക് വളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് NPK കലക്കിയിട്ട് ആ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, അത്ര വലിയ ബോറൊന്നുമില്ല അല്ലേ? കൊള്ളാം. ഏതായാലും ഇവിടെ മൊത്തം ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഈ വീട് ഒരു കാടാക്കി മാറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.